RSS രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനം, അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം. ഒന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഒന്ന് ഒരു സാംസ്കാരിക സന്നദ്ധ സംഘടനയാണ്. 100 വർഷം കഴിഞ്ഞിരിക്കുന്നു RSS പ്രവർത്തനം തുടങ്ങിയിട്ട്. എന്തൊക്കെയായാലും രാജ്യം ഭരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ നിലയിലേക്ക് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വലതുവശത്ത് ഇരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടി എത്തിയത് ഒരുപാട് കഠിന പ്രയത്നങ്ങളിലൂടെയാണ്. അതേക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. RSSനെ മോശക്കാരാക്കുന്ന അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിക്കുന്ന, ചീത്ത വിളിക്കുന്ന, കളിയാക്കുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ RSSും കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം? രണ്ടും രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. പക്ഷേ ഇത് പറഞ്ഞു തരുന്നത്, പഠിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ നേതാവാണ്. അതായത് RSSും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. കോൺഗ്രസിനെ കുറിച്ച്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം രാഹുൽ ഗാന്ധി എന്ന നേതാവിന് അറിയുമോ? അറിയില്ല, ഒരു ചുക്കും അറിയില്ല. RSSനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ? ഒന്നും അറിയില്ല, വട്ടപൂജ്യം പോലും അറിയില്ല. ഈ വ്യക്തിയാണ് ഇപ്പോൾ RSSനെയും കോൺഗ്രസിനെയും താരതമ്യപ്പെടുത്തി അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്നത് കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. വീണ്ടും 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 BJPക്കും അതുപോലെയുള്ള കക്ഷികൾക്കും, NDA കക്ഷികൾക്കുമൊക്കെ ഊർജം പകരുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. RSSും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് നേതാവും ഷീല ദീക്ഷിത്തിന്റെ മകനുമായ സന്ദീപ് ദീക്ഷിത്തുമായി നടത്തിയ സംവാദത്തിനിടെയാണ് രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച ക്ലാസ് എടുത്തത്. RSSന്റെ ജോലിയും രാഷ്ട്രീയ തത്വശാസ്ത്രവും ഇന്ത്യയിൽ തങ്ങളുടെ ക്രമം സൃഷ്ടിക്കുക എന്നതാണ്. അതിലൂടെ ചിലർക്ക് മാത്രമാണ് ഗുണം. എന്നാൽ തങ്ങളുടെ ജോലിയാകട്ടെ ഇന്ത്യയെ സ്വയം പ്രകടിപ്പിക്കാൻ അനുവദിക്കലും അവരുടെ ക്രമം തകർക്കലുമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. RSSന്റെ പരിപാടി ഇവിടുത്തെ ക്രമം തകർക്കലും രാജ്യത്തെ തകർക്കലുമാണെങ്കിൽ ഈ 3 പ്രാവശ്യവും രാജ്യത്തെ ജനങ്ങൾ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെയും ഭരിക്കുന്ന പാർട്ടിയായി BJPയെയും ഒക്കെ തെരഞ്ഞെടുക്കുമായിരുന്നു. ഈ സമയത്ത് കോൺഗ്രസ് എവിടെ പോയി? 60 കൊല്ലത്തിന് മേൽ ഭരിച്ച് രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച, മുത്തശ്ശി മുതൽ ഇങ്ങോട്ട് സകല തോന്നിയാസങ്ങളും കാണിച്ച മുത്തശ്ശിയും അച്ഛനും അമ്മയും സകല തോന്നിയാസങ്ങളും കാണിച്ച് രാജ്യത്തെ തകർത്ത ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം, അതേക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി എന്ന യുവരാജകുമാരൻ വാചാലനാകുന്നത് എന്നോർക്കുമ്പോൾ ചിരിയേ വരുന്നുള്ളൂ. ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നതിന് ചില കാരണങ്ങൾ ഉണ്ട്. ചാണക്യ, സർദാർ പട്ടേൽ എന്നൊക്കെ വിളിക്കുന്ന അമിത്ഷാ എവിടെ ഒളിച്ചു? 20 ദിവസം പാർലമെന്റിൽ കടന്നില്ല. കാരണം ആദ്യമായവർ ഇന്ത്യയുടെ അഭിപ്രായ പ്രകടനം കണ്ടു, അവർക്ക് തടയാൻ കഴിയില്ല. അതുപോലെ പലരെയും ഒക്കെ വേദിയിലേക്ക് വിളിച്ച് RSSന് സല്യൂട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. അവർക്കാർക്കും പറ്റിയില്ല. അവർ ഉത്തരവ് സ്വീകരിക്കാൻ തയ്യാറല്ല. സത്യത്തിൽ ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ ഭരണകൂടത്തോടുള്ള ഭയം കാരണം ഭീരുക്കളെ പോലെയാണ് പെരുമാറുന്നത് തുടങ്ങി RSSനെ കുറേ കുറ്റങ്ങൾ പറഞ്ഞു. ആരോ എഴുതി കൊടുത്തതാണ് കേട്ടോ, ഒരു ഇന്റർവ്യൂവിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ആരോ എഴുതി കൊടുത്തതാണ്, അല്ലെങ്കിൽ ആരോ പറഞ്ഞു കൊടുത്തതാണ് ഇതൊക്കെ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. ഇന്ത്യയുടെ സ്വത്വമെന്ത്? ഇന്ത്യയുടെ ആത്മാവെന്ത്? ഇന്ത്യയിലെ ജനങ്ങൾ എന്താണ്, ഏതാണ്? രാഹുൽ ഗാന്ധിക്ക് അറിയുമോ? ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? രാഹുൽ ഗാന്ധിക്ക് അറിയുമോ? എത്ര സ്വയംഭരണ പ്രദേശങ്ങളുണ്ട്? രാഹുൽ ഗാന്ധി എന്ന കോമാളിക്കറിയാമോ? ഇവരാണ് RSSനെ കോമാളികൾ എന്ന് വിളിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ആത്മാവറിഞ്ഞുകൊണ്ട്, ഒരു രാജ്യത്തിൻ്റെ ചിന്തകൾക്ക് ഏറ്റവും ഉയർന്ന നിലവാരമുണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന സംഘടനയെക്കുറിച്ച് ഇയാൾക്ക് എന്തറിയാം? ഇയാൾക്കൊരു തൊപ്പിയും അറിയില്ല. ഇയാൾക്ക് ഇയാളുടെ പാർട്ടിയെക്കുറിച്ച് പോലും അറിയില്ല. ഇയാളുടെ സ്ഥാനത്തിന് തൊട്ട് താഴെ ഇരിക്കുന്ന വ്യക്തി ആരാണെന്ന് ഇദ്ദേഹത്തിന് അറിയുമോ? ഇദ്ദേഹത്തിൻ്റെ മമ്മിയെയും ബഹൻജിയെയും അല്ലെങ്കിൽ പെങ്ങളെയും, മരിച്ചുപോയ പിതാവിനെയും അല്ലെങ്കിൽ മുത്തശ്ശിയെയും, അത്രയും പേരെ മാത്രം അറിയാം. മറ്റേ പിതാവിൻ്റെ ഒരു സഹോദരനുണ്ട്, വിമാനാപകടത്തിൽ മരിച്ച സഞ്ജയ് ഗാന്ധി. അയാളെക്കുറിച്ച് എന്തെങ്കിലും ഇയാൾക്കറിയുമോ? ഒന്നുമില്ല. ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും, എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം വിളിച്ച് പറയും, എല്ലാവരെയും കോമാളികൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കും, മോദിയെ ചീത്ത വിളിക്കും, അമിത്ഷായെ ചീത്ത വിളിക്കും, ഒക്കെ ചെയ്യും. ജോർജ് സോറോസിൻ്റെ കയ്യിൽ നിന്ന് പണം പറ്റിയാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പലരും പല രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പം RSSനെയും കോൺഗ്രസിനെയും ഒക്കെ കമ്പയർ ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉള്ള വളർച്ച, രാഷ്ട്രീയ വളർച്ച എത്താത്ത, മുലകുടി മാറാത്ത അമൂൽ ബേബി എന്ന് വിളിക്കുന്ന ഈ പയ്യനോട്, പയ്യൻ എന്ന് പറയാൻ പറ്റില്ല, ഈ മുതിർന്ന ആളോട് നമുക്ക് പ്രത്യേകിച്ച് ഒരഭിപ്രായവും പറയാനില്ല. ഇതൊരു വിലയിരുത്തലാണ്. ഇത് ഒരു വാർത്താശകലമല്ല, അല്ലെങ്കിൽ വാർത്തയല്ല. ഇത് കൃത്യമായി ഒരു അനാലിസിസ് ആണിത്. അനാലിസിസ് സ്റ്റോറിയാണ് ഇപ്പോൾ കർമ്മ ന്യൂസിൻ്റെ പ്രേക്ഷകർ ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായേക്കാം, നിങ്ങൾക്ക് മറുപടികൾ ഉണ്ടായേക്കാം. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക. RSS എന്ന പ്രസ്ഥാനത്തെയും
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെയും ഒക്കെ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താനുള്ള എന്ത് ബുദ്ധിയാണ്, അല്ലെങ്കിൽ എന്ത് വിവരമാണ് ഈ രാഹുൽ ഗാന്ധിക്കുള്ളത് എന്ന് നമ്മൾ ചോദിക്കുന്നത് വെറുതെയല്ല, നമ്മളുടെ മുന്നിൽ അനുഭവങ്ങളും പാഠങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ്.